വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാർട്ടി സ്പെഷ്യൽ റൈസ് റെസിപ്പി പരിചയപ്പെടാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലേ നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക മസാല ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ഏലക്കായ, ഒരു 5 കരയാമ്പൂ, ഒരു 3 കറുകപ്പട്ട, ഒരു അര ടീസ്പൂൺ വലിയ ജീരകം, 2 കറുകടല, പിന്നെ ഒരു 1 ടീസ്പൂൺ ഷാജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സബോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതും പിന്നെ ഒരു 5 പച്ചമുളക് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പേരില്ലാത്ത പച്ചമുളകാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചെറിയ ഒരു എരിവ് വേണം ഈ റൈസിലേക്ക്. നമ്മൾ വേറെ ഒന്നും ഇതിൽ എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കണില്ല. അത് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ എരിവ് അതനുസരിച്ച് നോക്കി കാണിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ സവാള ചെറുതായിട്ടൊന്ന് വാടി വരാൻ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ അധികം കളർ മാറി അധികം വെന്തുടയണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് അതിൻ്റെ പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ ആ പച്ചമണം മാറും വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാഴേണ്ട അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ ക്യാരറ്റ് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തങ്ങായിട്ട് ചേർത്തുങ്ങായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 ഉണക്കനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കനാരങ്ങ ഞാൻ ഇതുപോലെ 2-3 ഹോൾസ് ഇട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ക്യൂബ് വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ 2 ക്യൂബ് ഉണ്ടാവും. അതിൻ്റെ ഒരെണ്ണവും പിന്നെ ഒരു പകുതിയാണ് ഞാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ 2.5 കപ്പ് ചോറ് എടുക്കണുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ക്യൂബ് വെജിറ്റബിൾ സ്റ്റോക്ക് മതിയാവും. വെജിറ്റബിൾ സ്റ്റോക്കിന് പകരം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് ഈ മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 കപ്പ് അരി നന്നായിട്ട് കഴുകിയായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. റൈസ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഈ മസാലയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കൊരു 1.5 നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചും മുടിങ്ങായിട്ട് ഏറ്റവും കുറഞ്ഞ തീയിലിട്ടുങ്ങായിട്ട് ഒരു 30 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ അത് കുക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ വല്ല പഴയ പാനടിയും അത് വെച്ചിങ്ങായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. 30 മിനിറ്റ് ആയാൽ തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ ആ ഒരു ദമ്മിലിരുന്നിട്ട് റൈസ് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഒരു 30 മിനിറ്റോളം നന്നായിട്ട് കുക്കായിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് നല്ല വിട്ട് നിൽക്കുന്ന രീതിയിൽ റൈസ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. റൈസ് നന്നായിട്ട് തന്നെ വേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് മസാലക്കറിയുടെയും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഗ്രിൽ ചെയ്തതിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് കച്ചമ്പർ കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. കാരണം ആ ചെറിയൊരു എരിവും പുളിയും പിന്നെ ആ ഒരു സ്റ്റോക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സബോള ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യുന്നത് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അതൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് ചെയ്താൽ മതി. ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്